1859.09 കോടി വരുമാനം. കേരളത്തിൽ ബിഎസ്എൻഎല്ലിന്റെ ലാഭവേത്ത്. പോർട്ട് ചെയ്ത് വന്നവരുടെ എണ്ണവും ഞെട്ടിക്കും. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദ വരുമാനം 512.11 കോടി രൂപ പിന്നിടുമ്പോൾ ഇതിനകം 63 കോടിയുടെ ലാഭമുണ്ടാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം രജത ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ബിഎസ്എൻഎൽ കേരള സർക്കിള് മികച്ച പ്രകടനത്തിലൂടെ മുന്നേറുകയാണെന്ന് ചീഫ് ജനറൽ മാനേജർ ബി സുനിൽകുമാർ. ബിഎസ്എൻഎല്ലിന്റെ 25ാം സ്ഥാപക വർഷത്തോടനുബന്ധിച്ച് കേരള സർക്കിള് ചീഫ് ജനറൽ മാനേജർ ഓഫീസിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023 മുതൽ 24 വരെ 1859.09 കോടി രൂപ മൊത്ത വരുമാനം സൃഷ്ടിച്ച കേരള സർക്കിള് 90 കോടി രൂപ ലാഭമാണ് നേടിയത്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദ വരുമാനം 512.11 കോടി രൂപ പിന്നിടുമ്പോൾ ഇതിനകം 63 കോടിയുടെ ലാഭമുണ്ടാക്കിയിട്ടുണ്ട്. നിരവധി വർഷങ്ങളിലെ നഷ്ടക്കണക്കുകൾക്ക് ശേഷം തളരാത്ത തുടർശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണപിന്തുണയും കൊണ്ടാണ് ബിഎസ്എൻഎൽ ലാഭത്തിലേക്ക് എത്തുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബിഎസ്എൻഎൽ കേരള സർക്കിള് മൊബൈൽ ഉപഭോക്തൃ രജിസ്ട്രേഷനില് വൻ കുതിച്ചുചാട്ടമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉപഭോക്താക്കള് കൂട്ടത്തോടെ ബിഎസ്എൻഎൽ കണക്ഷനിലേക്ക് നമ്പര് പോർട്ട് ചെയ്യുന്നുവെന്നാണ് അധികൃതരുടെ കണക്ക്. ഒരു ബിഎസ്എൻഎൽ മൊബൈല് വരിക്കാരന് വിട്ടുപോകുമ്പോൾ പുതുതായി 3 പേരെത്തുന്നതായാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024 ജൂലൈ വരെ 90.63 ദശലക്ഷം മൊബൈല് വരിക്കാരാണ് ബിഎസ്എൻഎൽ തിരഞ്ഞെടുത്തത്. വർദ്ധിക്കുന്ന വരിക്കാർക്ക് തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കാന് ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ കേരളത്തിലുടനീളം 7000 4G ടവറുകള് സ്ഥാപിക്കാന് ബിഎസ്എൻഎൽ ലക്ഷ്യമിടുന്നു. 2500 പുതിയ ടവറുകളിലൂടെ ഇതിനകം കേരളത്തിലുടനീളം 4G സേവനം ലഭ്യമാക്കി വരുന്നു. 2025 മാർച്ചോടെ എല്ലാ ടവറിലും 4G സേവനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. വീടുകളിലേക്കുള്ള ഫൈബർ കണക്ഷനിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വീടുകളിലേക്കുള്ള FTTH കണക്ഷനുകൾ ഈ വർഷത്തോടെ 6.7 ലക്ഷത്തിലെത്തി. ഈ വർഷം പൂർത്തിയാകുമ്പോൾ ഉപഭോക്താക്കളുടെ എണ്ണം 10 ലക്ഷത്തിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. കൊച്ചി ലക്ഷദ്വീപ് ദ്വീപുകള് KLI അന്തർവാഹിനി OFC പ്രോജക്റ്റിന്റെ ഭാഗമായി ലക്ഷദ്വീപിനെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്നതിന് 1891 കിലോമീറ്റർ ഒപ്റ്റിക്കല് ഫൈബർ കേബിൾ സ്ഥാപിച്ചുവരുന്നു. 12 ദ്വീപുകളില് തടസ്സമില്ലാത്ത 4G സേവനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി 6439 FTTH കണക്ഷനുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. സർവത്ര വൈഫൈ റോമിംഗ് സേവനത്തിലൂടെ അധിക ചിലവും തടസ്സവുമില്ലാതെ FTTH ഉപഭോക്താക്കൾക്ക് രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കുവാനുള്ള പദ്ധതി നടപ്പാകുന്നതോടെ ഉപഭോക്താക്കൾക്ക് എവിടെയിരുന്നും സ്വന്തം യൂസർ ID ഉപയോഗിച്ച് ഇന്റർനെറ്റ് കണക്ഷന് ലഭ്യമാകും. വയർലൈന് മേഖലയില് 25.2% വിപണി വിഹിതവും വയർലെസ് മേഖലയില് 21.19% വിപണി വിഹിതവുമാണ് ബിഎസ്എൻഎൽ കേരള സർക്കിളിനുള്ളത്. നിലവിലെ ലാൻഡ് ലൈന് നമ്പര് ഒപ്റ്റിക്കല് ഫൈബർ സേവനത്തിലേക്ക് മാറ്റി ലാൻഡ് ഫോണും വൈഫൈ സേവനവും ഒരുമിച്ച് ലഭ്യമാക്കാനുമുള്ള സൗകര്യം ബിഎസ്എൻഎൽ ഒരുക്കിയിട്ടുണ്ട്. പഴയ ലാൻഡ് ലൈന് നമ്പര് വിച്ഛേദിച്ചവർക്കും പഴയ നമ്പര് ലഭ്യമാക്കി ഈ സേവനത്തിലേക്ക് മടങ്ങിവരാം. 199 രൂപ പ്രതിമാസ പ്ലാനില് തുടങ്ങുന്ന പ്ലാനുകള് ഇതിനായി ബിഎസ്എൻഎൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള 24,600 കിലോമീറ്ററിലധികം ഒപ്റ്റിക്കല് ഫൈബർ വഴി നഗരഗ്രാമീണ മേഖലകളില് അതിവേഗ FTTH മൊബൈൽ സേവനങ്ങൾ ഉറപ്പാക്കുന്നു. വ്യാവസായങ്ങളെ ലക്ഷ്യമിട്ടുള്ള 5G ക്യാപ്റ്റീവ് നോൺ പബ്ലിക് നെറ്റ്വർക്കും ബിഎസ്എൻഎൽ പ്രദാനം ചെയ്യുന്നു. ഒരു പ്രത്യേക മേഖലക്കായി നൽകുന്ന 5G CNPN സുരക്ഷിതവും ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ളതുമായ ഡേറ്റയും വയർലെസ് കമ്മ്യൂണിക്കേഷനും സാധ്യമാക്കുന്നു. CDACന്റെ സഹകരണത്തോടെ മധ്യപ്രദേശിലെ മൈനില് പരീക്ഷണാടിസ്ഥാനത്തില് പദ്ധതി നടപ്പാക്കുകയാണ്. വിവിധ വ്യാവസായിക പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമാണ് 5G CNPN. FTTH, 4G, 5G എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ബിഎസ്എൻഎൽ കേരള സർക്കിള് ചീഫ് ജനറൽ മാനേജർ ബി സുനിൽകുമാർ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തില് പ്രിൻസിപ്പൽ ജനറൽ മാനേജർമാരായ K. സാജു ജോർജ്, PG നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്തു.